എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഓക്സിജന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2021 മാർച്ച് +2 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു 2 വീഡിയോസ് ആയിട്ട്. ഇന്ന് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അങ്ങോട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കും. അപ്പോൾ നോക്കുക, ആദ്യത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d square y by dx square all square plus cos dy by dx equal to 0 is dash. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഡർ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. ഇത് d²y/dx² വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷേ കോസ് ഓഫ് dy/dx വരുന്നതുകൊണ്ട്, കോസിൻ്റെ അകത്ത് dy/dx വരുന്നതുകൊണ്ട് ഇവിടെ ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒരു മാർക്കേ ഉള്ളൂ ഈ ക്വസ്റ്റിന്. രണ്ടാമത്തെ, അതിൽ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു e⁻x - y. അത് വാരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു e⁻x - y. ഇതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ dy/dx ഈക്വൽ ടു e⁻x ഇൻറ്റു e⁻y എന്ന് എഴുതാം. ഇനി e⁻y നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകാം. dy/dx ഈക്വൽ ടു e⁻x by e⁻y എന്ന് എഴുതാം. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യാം, വാരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാണ്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് e⁻y dy ഈക്വൽ ടു e⁻x dx എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് ആൻസറായി ഇൻ്റഗ്രൽ e⁻y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ e⁻x dx. e⁻y ഇൻ്റഗ്രൽ e⁻y തന്നെയാണ്, ഈക്വൽ ടു e⁻x ഇൻ്റഗ്രൽ e⁻x തന്നെയാണ്. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുക. അപ്പോൾ e⁻y ഈക്വൽ ടു e⁻x പ്ലസ് c എന്ന് എഴുതി വെക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് y കണ്ടുപിടിക്കാൻ എക്സ്പോണൻഷ്യലൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത്രയും നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The value of mod x if vector b is a unit vector and 2x minus 2b dot x plus b equal to 30. എക്സിൻ്റെ മോഡുലസ് എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇഫ് മോഡ് ബി ഈസ് 1 എന്ന് നമ്മുടെ തന്നിട്ടുണ്ട് അല്ലേ. ബി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മോഡ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. 2x minus 2b ഡോട്ട് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 30 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ, ഈ ഫസ്റ്റ് ഇക്വേഷന് 2 ഉണ്ട്, അത് നമുക്കുണ്ട് പുറത്തേക്ക് എടുക്കാം. 2 ഇൻറ്റു എക്സ് മൈനസ് ബി ഡോട്ട് എക്സ് പ്ലസ് ബി അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എ മൈനസ് ബി ഡോട്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു മോഡ് എക്സ് സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. നമുക്കറിയാം ഇവിടെ 2 ഉണ്ട്, ആ 2 നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. മോഡ് എക്സ് സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ ഈക്വൽ ടു 30/2 15 കിട്ടും അല്ലേ. ദെൻ നമുക്ക് മോഡ് എക്സിൻ്റെ വാല്യൂ, മോഡ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 15 പ്ലസ് മോഡ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇനി മോഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് ബിയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം 15 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. അപ്പോൾ മോഡ് എക്സ് സ്ക്വയർ ആണ് 16. അപ്പോൾ എക്സ് സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. മോഡ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 4 എന്നാണ് കിട്ടുന്നത് അല്ലേ. 4 ആണ് ഇവിടെ മോഡുലസ് ആയിട്ട്. പോസിറ്റീവ് മോഡുലസ് മാത്രം എഴുതിയാൽ മതി, കാരണം ലെങ്ത് ആയിട്ടാണ് മോഡുലസ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് 4 ആണ് നമ്മളിവിടെ ആൻസറായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ക്വസ്റ്റ്യൻ 1-ൻ്റെ. ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻ 2 ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ 2-ൽ പറയുന്നത്? എ ആൻഡ്
ബി, രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എ ക്രോസ് ബി എടുത്താൽ മതി അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണ് വേണ്ടത്. എയും ബിയും നമുക്കൊന്ന് എഴുതാം. ഇതാണ് എയും ബിയും. വെക്ടർ എ ഈക്വൽ ടു ഐ പ്ലസ് 3j ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു 3j പ്ലസ് കെ. നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ എ ക്രോസ് ബി ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എ ക്രോസ് ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ 1 3 0 0 3 1. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തോളൂ. ഐ ഇൻറ്റു 3 മൈനസ് 0 മൈനസ് ജെ കെ ഇൻറ്റു 3 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3i മൈനസ് ജെ പ്ലസ് 3k എന്ന് വരും. ഇതാണ് എ ക്രോസ് ബി. നമുക്ക് വേണ്ടത് എ ക്രോസ് ബിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ ക്രോസ് ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ക്രോസ് ബി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3i മൈനസ് ജെ പ്ലസ് 3k ഡിവൈഡഡ് ബൈ root of 3 square plus 1 square plus 3 square അല്ലേ? That is equal to 3i minus j plus 3k divided by root of എത്ര വരും? 9 plus 1 plus 9 that is equal to root 19 വരും അല്ലേ? അതാണ് ആൻസർ വരിക. അപ്പോൾ 3i minus j minus 3k or plus 3k ആണ് അല്ലേ? plus 3k divided by root 19 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് എ ക്രോസ് ബിക്ക് അല്ലെങ്കിൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അതാണ് പെർപെൻഡിക്കുലർ വെക്ടർ. ഇനി അതിനെന്താക്കുക? യൂണിറ്റ് വെക്ടറാക്കി മാറ്റാം. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. 3 മാർക്കിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. 10 cards numbered 1 to 10 are placed in a box, mixed up thoroughly, and then 1 card is drawn randomly. If it is known that the number on the drawn card is more than 3, what is the probability that it is an even number? What is the probability that it is an even number? അപ്പോൾ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു 10 കാർഡിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ കാർഡിൽ നിന്ന് നമ്മൾ ഒരു കാർഡ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആ കാർഡ് സെലക്ട് ചെയ്തത് 3ൽ കൂടുതലായിട്ടുള്ള ഒരു കാർഡാണ് കിട്ടുന്നതെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആവാനുള്ള പോസിബിലിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ നമ്മൾ 1 മുതൽ എക്സെട്ര 10 വരെയുള്ള നമ്പേഴ്സ് സാമ്പിൾ സ്പേസിൽ ഉണ്ടാവും. ഇനി 2 ഇവൻറ്റുകൾ നമുക്കിവിടെ പറയാം. എ എന്ന് പറഞ്ഞ ഇവൻ്റ് എന്താണ്? ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 3. നമ്പർ ഗ്രേറ്റർ ദാൻ 3. 3നേക്കാളും വലിയ നമ്പർ കിട്ടാനുള്ള ആ ഒരു ഇവൻ്റ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻറ്റിന് ആരൊക്കെ ഉണ്ടാവും? 3നേക്കാൾ വലിയ നമ്പറുകൾ ഏതൊക്കെയാണ്? 4 5 6 7 8 9 10 അല്ലേ? ഇനി ബി എന്ന് പറഞ്ഞൊരു ഇവൻ്റ് നമ്മൾ പറയുക. എന്താണ് ബി എന്ന് പറഞ്ഞ ഇവൻ്റ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൻ നമ്പർ. അതാണ് നമ്മൾ ബിയിൽ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി മൊത്തം ഈവൻ നമ്പർ ഏതൊക്കെയുണ്ട്? 2 4 6 8 10 അല്ലേ? ഇതാണ് ഈവൻ നമ്പേഴ്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈവൻ നമ്പർ ഗിവൺ ദാറ്റ് ഡ്രോൺ കാർഡ് ഇസ് ഗ്രേറ്റർ ദാൻ 3 അല്ലേ? ഗ്രേറ്റർ ദാൻ 3 ആണ് നമുക്ക് അറിയാമെങ്കിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, പി ഓഫ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗിവൺ ദാറ്റ് എ ഈസ് ഓൾറെഡി ഹാപ്പൻഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? കണ്ടീഷൻ പ്രോബബിലിറ്റി ഉപയോഗിച്ച് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ എന്ന് എഴുതാലോ അല്ലേ? അപ്പോൾ അതിനാദ്യം എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക. എ ഇൻ്റർസെക്ഷൻ ബി 2 സെറ്റുകൾ നോക്കുക. അതിനകത്ത് കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 4 6 8 9 ഉണ്ടാവില്ല 10 അല്ലേ?
10. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ളത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 4/10 അല്ലേ. ദെൻ പി ഓഫ് എ എത്രയായിരിക്കും? എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കിയാൽ മതി. 1 2 3 4 5 6 7 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ 7/10. ഇനി ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയില്ലേ? പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 4/10 ഡിവൈഡഡ് ബൈ 7/10 അല്ലേ. 4/10 ഡിവൈഡഡ് ബൈ 7/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/7 എന്ന് ഈസി ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നമ്പർ ഗ്രേറ്റർ ദാൻ 3 ആണ് നമുക്ക് ഓൾറെഡി ഉള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പോസിബിലിറ്റി ആണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പം നമ്പർ ഗ്രേറ്റർ ദാൻ 3 അതിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് നോക്കിയാൽ മതി നിങ്ങൾ. 1 2 3 4 അല്ലേ. 4 ഔട്ട് ഓഫ് എത്രയില്ല? 1 2 3 4 5 6 7 അങ്ങനെ നോക്കിയാലും മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 4/7 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി വരുന്നത് 11 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇവിടെ ചോയ്സ് ഒന്നുമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ f from n to n given by f of x equal to n cube. Show that the function f is injective but not surjective. ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, പക്ഷേ ഓൺ ടു അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യുക? ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് നമ്മൾ എടുക്കും അല്ലേ. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കും. എന്നിട്ട് ആ ഡെഫിനിഷൻ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് അല്ലേ. അപ്പോൾ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും x1 ഈക്വൽ ടു x2 എന്ന്. പ്ലസോ മൈനസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല ക്യൂബ് ആയതുകൊണ്ട്. അപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ഫംഗ്ഷൻ എന്താണ്? 1 ആണ് അല്ലേ, ഇൻജക്റ്റീവ് ആണ്. ഇനി ഓൺ ടു അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ജനറൽ കേസിൽ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. ഓൺ ടു അല്ലാതിരിക്കാനുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പോൾ ഈ എന്നിൽ നിന്ന്, ഈ കോഡൊമൈൻ ആയിട്ടുള്ള എന്നിൽ നിന്ന് നിങ്ങൾ ഒരു എലമെന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു n ഇവിടെ ഇല്ല എന്ന് കാണിച്ചാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 2 നമ്മൾ എടുക്കുക. 2 ബിലോങ്സ് ടു n, അതായത് കോഡൊമൈൻ ആയിട്ടുള്ള എന്നിൽ നിന്ന് നമ്മളൊരു 2 എടുത്തിട്ടുണ്ട്. ദെൻ ആ 2 ഒരു എഫ് ഓഫ് എക്സ് ആണെന്ന് നമ്മൾ എഴുതിയാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ് നമുക്ക് എന്നിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്ന് നോക്കി നോക്കിയേ നിങ്ങൾ. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുക്കുക? ക്യൂബ് റൂട്ട് ഓഫ് 2l എടുക്കുക, അതായത് 2⁻⁴ എടുക്കുക. അതൊരു നാച്ചുറൽ നമ്പർ ആണോ? ബിലോങ്സ് ടു n എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഡസ് നോട്ട് ബിലോങ്സ് ടു n. ഈ n എന്ന് പറയുന്നത് ഡൊമൈൻ ആണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫംഗ്ഷൻ എന്തല്ല? നോട്ട് ഓൺ ടു. നോട്ട് ഓൺ ടു. അപ്പോൾ ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് അല്ല. ഓൺ ടു എന്ന് പറഞ്ഞാൽ സർജക്റ്റീവ് അല്ല, പക്ഷെ എന്താണ്? ഇൻജക്റ്റീവ് ആണ്. 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ടാൻ ഇൻവേഴ്സ് x minus 1 by x minus 2 plus tan inverse of x plus 1 by x plus 2 equal to pi/4, then find the value of x. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉപയോഗിച്ചൊന്ന് ആഡ് ചെയ്യാം. എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ? നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ അല്ലേ. ഇതാണ് ഐഡന്റിറ്റി, അത് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഈ കാണുന്ന എക്സ്പ്രഷനും വൈ എന്ന് പറയുന്ന ഈ കാണുന്ന വലിയ എക്സ്പ്രഷനുമാണേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു pi/4 എന്ന് കിട്ടും. ഈ ടാൻ ഇൻവേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2
plus x plus 1 into x minus 2 divided by x minus 2 into x plus 2 all divided by ഇവിടെയും ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തോളൂ. LCM എടുത്തിട്ട് x minus 2 into x plus 2 minus x minus 1 into x plus 1 divided by x minus 2 into x plus 2. Okay, that is equal to ഈ tan ഇൻവേഴ്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ tan pi by 4 വരും. tan pi by 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് 1 ആണ്. ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ രണ്ട് എക്സ്പ്രഷൻസും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് കാണുന്ന എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്ത ആൻസർ കിട്ടും x minus 1 into x plus 2. ഇനി ബാലൻസ് ഉള്ളത് x minus 1 into x plus 2 plus x plus 1 into x minus 2 divided by denominator x minus 2 into x plus 2 minus x minus 1 into x plus 1. ഇത്രയാണുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് 2x അല്ലേ, പ്ലസ് 2x മൈനസ് എക്സ് മൈനസ് 2 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ വരിക, അതായത് എക്സ് സ്ക്വയർ മൈനസ് 4 പിന്നെ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഇവിടെ ഈ മൈനസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതിനകത്ത് കുറേ ടേമുകളൊക്കെ ക്യാൻസൽ ആയി പോകും. 2x മൈനസ് 2x മൈനസ് എക്സ് പ്ലസ് എക്സ്, ഇവിടുത്തെ എക്സ് സ്ക്വയർ ഇവിടുത്തെ എക്സ് സ്ക്വയർ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി കിട്ടുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് 4 പ്ലസ് 1 മൈനസ് 3 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് 3, 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അല്ലേ. ദെൻ 2x സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/2. അപ്പോൾ എക്സ് എഴുതുമ്പോൾ 1/√2 എന്ന് എഴുതാം. അത് പ്ലസോ മൈനസ് എഴുതിക്കോളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/√2 ആണ്. പ്ലസോ മൈനസ് 1/√2 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് 12 ക്വസ്റ്റ്യൻസ് വരെ ആയിട്ടുണ്ട്. മൊത്തം 29 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അടുത്ത വീഡിയോയിൽ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾ ഓക്സിജൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, thank you for watching.